ഹലോ മക്കളെ, 4ാം ക്ലാസ്സിലെ കേരളം എന്ന് പറയുന്ന കവിതയാണ് നമ്മളിന്ന് വായിക്കാൻ പോകുന്നത്. നമുക്ക് വളരെ ബേസിക് തൊട്ട് തന്നെ വായിക്കാൻ പഠിക്കാം. അപ്പം നമ്മുടെ പാഠത്തിൻ്റെ പേര് കേരളം എന്നാണ്. കേരളം. ഈ അക്ഷരമാണ് കെ എന്ന് നമ്മൾ വായിക്കുന്നത്. നേരെ മറിച്ച് ഇങ്ങനെയാണെങ്കിലോ അത് കെ ആണ്. ഇത് കേ നീട്ടി പറയുകയും ഇത് കുറച്ച് കുറുക്കി പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾക്ക് ഇവിടെ നീട്ടിയിട്ടാണുള്ളത്. അതുകൊണ്ട് കേരളം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടീച്ചർ ഇനി അടുത്തതായിട്ട് നമ്മുടെ വരികളിലേക്കാണ് പോകുന്നത്. കേരളം ചെറുതല്ല. കേരളം ചെറുതല്ല. ഭിന്നമാം. ഭിന്നമാം. മതങ്ങൾക്കു. മതങ്ങൾക്കു. അപ്പം ടീച്ചർ ഇനി വീണ്ടും ആ വരി ഒന്നുകൂടി ആവർത്തിക്കാമേ. കേരളം ചെറുതല്ല, ഭിന്നമാം മതങ്ങൾക്കു. ഓക്കെ, മക്കൾ ടീച്ചർ വായിക്കുന്നതിനൊപ്പം തന്നെ വിരൽ വെച്ച് ടെക്സ്റ്റിൽ വായിക്കണേ. ഓക്കെ, നമുക്കിനി അടുത്ത വരിയിലേക്ക് പോവാം. താവളം. താവളം. അടുത്ത നോക്കൂ. കലാപര സംസ്കാര സേവാദളം. അപ്പം നമുക്കിനി ആ 2 വരിയും ഒരുമിച്ച് വായിക്കാം. കേരളം ചെറുതല്ല, ഭിന്നമാം മതങ്ങൾക്കു താവളം. കലാപര സംസ്കാര സേവാദളം. ഓക്കെ, ടീച്ചർ ഇങ്ങനെ വരച്ച് കാണിക്കുന്നത് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനൊപ്പം നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ പെൻസിലോ കൈവിരലുകളോ വെച്ച് കൂടെ തന്നെ വായിച്ചു പോകാവുന്നതാണ്. അടുത്ത വരി ടീച്ചർ വായിക്കാം. കേരവും. നമ്മൾ നേരത്തെ പഠിച്ച ഒരക്ഷരമായിരുന്നു അല്ലേ കെ. ഇതേ കെ തന്നെയാണ് ഇവിടെ വരുന്നത്. നോക്കൂ. കേരവും മന്ദാരവും. മന്ദാരവും. പൂക്കവും. പൂക്കവും. അടുത്ത നോക്കൂ. പുന്നാഗവും. പുന്നാഗവും. നോക്കൂ, ഇതേതാണ് അക്ഷരം? ന ആണ് അല്ലേ? ന. ഇങ്ങനെ ദീർഘിട്ടാലോ? ന ആണേ വായിക്കാം. ഓക്കെ, പുന്നാഗവും. അടുത്ത വരിയിലേക്കാണ് പോകുന്നത്. കേവലം ചുവടൊത്തു. ചുവടൊത്തു. അത് നിങ്ങൾക്ക് സംശയം ഉണ്ടാവാനുള്ളൊരു അക്ഷരം എന്ന് പറയുന്നത് ഇവിടെയാണ്. ഡോ എന്നാണ് ഇത് വായിക്കുന്നത്. ഡോ. അപ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് എക്സാമ്പിൾ കൂടെ നോക്കിയാലോ? ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ കോ എന്നാണ് വായിക്കുന്നത്. ഇതാണെങ്കിൽ ഡോ. ഇനി ഇങ്ങനെ എഴുതാണെങ്കിൽ വാ ആണെങ്കിൽ വോ, ച ആണെങ്കിൽ ചോ. ഓക്കെ, അപ്പം ചുവടൊത്തു നിൽക്കുമീ. നിൽക്കുമീ മലനാട്ടിൽ. ഓക്കെ മക്കളെ, നമുക്ക് 4 വരിയും കൂടി ഒരുമിച്ച് വായിക്കാം. കേരളം ചെറുതല്ല, ഭിന്നമാം മതങ്ങൾക്കു താവളം. കലാപര സംസ്കാര സേവാദളം. കേരവും മന്ദാരവും പൂകവും പുന്നാഗവും കേവലം ചുവടൊത്തു നിൽക്കുമീ മലനാട്ടിൽ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത 4 വരികൾ പഠിക്കാം. അടുത്ത 4 വരി പഠിച്ചതിന് ശേഷം നമുക്ക് കവിതയുടെ സാരവും അതേപോലെ തന്നെ
ചില പ്രത്യേക വാക്കുകളുടെ അർത്ഥവും പറയാം. ഹിന്ദുവും. ഇപ്പം നമുക്ക് സംശയം ഉണ്ടാവാൻ പോകുന്നൊരു അക്ഷരം ഇതായിരിക്കും. ധ എന്നാണ് ഇത് പറയുക. നമ്മൾ നേരത്തെ മന്ദാരം എന്ന് പറഞ്ഞെടുത്ത് ഈ അക്ഷരം പഠിച്ചിരുന്നു. ഓക്കെ, നമുക്ക് വായിക്കാം. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും. അപ്പം നമ്മൾക്ക് ഒരു സംശയം ഉണ്ടാവാൻ ഇടയുള്ളൊരു വാക്കാണ് ക്രിസ്ത്യൻ എന്നുള്ളത് എഴുതുന്നത്. ഇപ്പോൾ വായിക്കാൻ ക്രി എന്നാണ് മക്കളെ, ക്രി. ഒന്നുകൂടി പറയാം. ഇങ്ങനെ എഴുതിയാൽ ക്ര എന്നാണ് വായിക്കുക. അതിന് നമ്മളൊരു ഇകാരം അല്ലെങ്കിൽ വള്ളി എന്നൊക്കെ പറയും. അതിട്ട് കൊടുത്താൽ ക്രി എന്നാണ് വായിക്കുന്നത്. ക്രിസ്ത്യനും യഹൂദനു ഒന്നുപോൽ. അപ്പം നോക്കൂ മക്കളെ, ഈ ഒന്നുപോൽ എന്നാണ് വേണ്ടിയിരുന്നത്. ഒന്നു എന്നുള്ളത് യഹൂദനും ഒന്നു, ഈ രണ്ട് വാക്കും കൂടി വരുമ്പോഴാണ് കേട്ടോ ഒന്നുപോൽ എന്ന് വരുന്നത്. നമ്മൾ കവിത വായിക്കുമ്പോൾ ഒന്നുപോൽ എന്ന് തന്നെ വായിക്കണം. നോക്കൂ, നമ്മൾ നേരത്തെ പഠിച്ച മോ എന്ന് പറയുന്ന ചിഹ്നം ഇവിടെ വന്നത് കണ്ടോ? നമ്മൾ നേരത്തെ പഠിച്ച മോ എന്ന് പറയുന്ന ആ ഒരു ചിഹ്നം ആണിവിടെ വീണ്ടും വരുന്നതായിട്ട് കാണുന്നത്. അടുത്തത് നോക്കൂ. പുലരുന്നിതെത്രയോ. ത്ര ഇങ്ങനെയാണ്. ത്ര നമ്മൾ നേരത്തെ ക്ര എഴുതിയില്ലേ ക്രിസ്ത്യൻ എന്നുള്ള, അതേപോലെ പുലരുന്നിതെത്രയോ ശതാബ്ദമായി അവർത്തൻ സഹോദര നിർവിശേഷമാം സ്നേഹം നിവരെ പൊൻ. നോക്കൂ, നമ്മുടെ നേരത്തെ അതേപോലത്തെ ഒരക്ഷരാണേ. ചിഹ്നം നോക്കൂ, ഇങ്ങനെ ചേർത്താൽ പോ എന്നായി. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ അക്ഷരം ഏതായിരുന്നു, ആ വാക്ക് ഏതായിരുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. മുന്നുപോൽ അല്ലേ, മുന്നുപോൽ. അപ്പം നമ്മൾ മോൻ്റെ കൂടെ എഴുതിയപ്പോൾ ചിഹ്നം ചേർത്തപ്പോൾ മോന്ന് വായിച്ചു. പാൻ്റെ കൂടെ ആണെങ്കിൽ പോന്ന് വായിച്ചു. ഓക്കെ, പൊൻ പൂക്കളായി സൗരഭം പൊഴിക്കുന്നു. നോക്കൂ, അടുത്ത വരി. തെച്ചിയും. ഈ ചിഹ്നവും നമ്മൾ ശ്രദ്ധിക്കണേ മക്കളെ. തേ എന്നുള്ളത് നമ്മളിത് കേ എന്ന് പഠിച്ചു, ഇത് തേ. ഇപ്പം നോക്കി, ഇങ്ങനെയാണെങ്കിൽ കേ, ഇത് കേ. ഓക്കെ, തെച്ചിയും ചേമന്തിയും ചെമ്പരത്തിയും ചാരേ പിച്ചകച്ചെണ്ടും ചേർന്ന മന്ദിരാങ്കണം പോലെ. മക്കളെ, നമ്മൾ കവിത വായിച്ചു കഴിഞ്ഞു. നമ്മുടെ എഴുത്തുകാരൻ ആരാണ്? പാല നാരായണൻ നായർ. ഓക്കെ, ഇനി നമുക്ക് കവിത ഈണത്തിലൊന്ന് ഫസ്റ്റ് മുതൽ അവസാനം വരെ ചൊല്ലാൻ ശ്രമിക്കാം. ടീച്ചർ കൂടെ പാടുമല്ലോ. കേരളം ചെറുതല്ല ഭിന്നമാം മതങ്ങൾക്കു താവളം, കലാപര സംസ്കാര സേവാതളം, കേരവും മന്ദാരവും പൂക്കവും പുന്നാകവും. ഇനി അടുത്ത വരി വായിക്കാം.
കേവലം ചുവടൊത്തു നിൽക്കുമീ മലനാട്ടിൽ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും യഹൂദനും ഒന്നുപോൽ പുലരുന്നിതെത്രയോ ശതാബ്ദമായി. ഇനി അടുത്തത് വായിക്കാം. അവർ തൻ സഹോദര നിർവിശേഷമാം സ്നേഹം നിവരെ പൊൻപൂക്കളായി സൗരഭം പൊഴിക്കുന്നു. തെച്ചിയും ചേമന്തിയും ചെമ്പരത്തിയും ചാരേ പിച്ചകച്ചെണ്ടും ചേർന്ന മന്ദിരാങ്കണം പോലെ. അപ്പോൾ നമ്മുടെ കവിത അവസാനിച്ചിരിക്കുന്നു മക്കളെ. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ അർത്ഥങ്ങളും ചോദ്യോത്തരങ്ങളുമായിട്ട് വീണ്ടും കാണാം.